Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ച് സാറാണ്. നമുക്ക് ഓഗസ്റ്റ് മാസം 13 ഫസ്റ്റ് ടേം എക്സാം, ഓണം എക്സാം ഡേറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, നിങ്ങൾ സീരിയസ് ആയി അതിന് എഫേർട്ട് ഇട്ട് തുടങ്ങിയോ എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഓണം എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ചാപ്റ്ററാണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. സോ ആ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ അസ്ത്ര ബാച്ചിൽ അടിപൊളിയായി ഡീറ്റെയിൽഡ് ആയി പഠിപ്പിച്ച് തീർന്നിട്ടുണ്ട്. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോഴും അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡോണ്ട് മിസ് ദാറ്റ് ചാൻസ്. നോക്കൂ, എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം, നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പല ആൾക്കാർക്കും മടിയാണ് ലൈക്ക് ചെയ്യാൻ. ആൻഡ് ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണ്, അല്ലെങ്കിൽ മൊത്തം ഈ ചാപ്റ്റർ നിങ്ങൾ അസ്ത്ര ബാച്ചിലും യൂട്യൂബിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ്റെ എക്സ്പ്ലനേഷൻ. അത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കാണാത്ത ആളുകളാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്ന് കാണുക. കുറച്ചധികം പണിയെടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഇറ്റ് ഈസ് അവൈലബിൾ ദർ ഫോർ ഫ്രീ. ആൻഡ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വരികയാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന ചാപ്റ്ററിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്ന് അപ്രിസിയേഷൻ ആണ് ഉറപ്പായിട്ടും. രണ്ടാമത്തത് നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു 1, 2, 3 സ്റ്റാൻസ, ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ ലൈൻസ് തരും. സ്റ്റാൻസ് ഇതിലില്ല, ലൈൻസ് തരും. ഇത് 2025 ഫസ്റ്റ് ടേം എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ ഡ്രമാറ്റിക് സ്പീച്ച് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. സോ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ലൈൻസ് തന്നിട്ടുണ്ട്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ, ബട്ട് ബ്രൂട്ടസ് ഈസ് ഹി വാസ് ambitious and Brutus is an honorable man. He had brought many captives home to Rome, whose ransom did the general coffers fill. Did this in Caesar seem ambitious? So ഈ ലൈൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ എപ്പോഴും ഒരു പോയം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിലെ സ്പീക്കർ ആരാണ് എന്ന് നോക്കണം. ദെൻ അതിലെ ലൈൻസിലെ മീനിങ്സ് നോക്കണം, വേർഡ് മീനിങ്സ് നോക്കണം. ദെൻ അതിലെ പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് മനസ്സിലാക്കി വെക്കണം. പ്ലസ് അതൊന്ന് അനലിറ്റിക്കലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കണമെന്നില്ല. ഇവിടെ നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഡസ് ആന്റണി സേ സീസർ ഡിഡ് വെൻ ദ പുവർ ക്രൈഡ്? വാട്ട് ഡസ് ആന്റണി സേ? എന്താണ് ആന്റണി പറഞ്ഞത്? Caesar did when the poor cried. Poor, അല്ലേ, സാധാരണക്കാരായ മനുഷ്യർ കരഞ്ഞപ്പോൾ, when the poor people suffered, what did Caesar do? അല്ലേ, സീസർ എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ലൈൻസ് ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. When the poor have cried, Caesar hath wept. When the poor have cried, Caesar hath wept. സോ ഒന്നിക്കെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ അതുപോലെ എടുത്ത് എഴുതാം. എളുപ്പമാണ്, ടീച്ചർക്ക് മാർക്ക് തരാതിരിക്കാൻ പറ്റില്ല. ബട്ട് അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും ടീച്ചറിൽ. കാരണം ടീച്ചർക്ക് മനസ്സിലായി എന്ത്, അല്ലെങ്കിൽ ഇവൾക്ക് ഈ ഒരു ലൈൻ ഒന്ന് പാരാഫ്രൈസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു ഷുണ്ടാപ്പിയാണ് ഇതെന്ന് മനസ്സിലാവും. സോ ആ റിസ്ക് എടുക്കുന്നതിന് പകരം എന്താണ് ഇവിടെ ചോദിച്ചത്? വാട്ട് ഡസ് ആന്റണി സേ സീസർ ഡിഡ് വെൻ ദ പുവർ ക്രൈഡ്? അപ്പം നിങ്ങൾ എന്ത് എഴുതുക? സീസർ എന്ത് ചെയ്തു? ഹാത്ത് വെപ്റ്റ് എന്നല്ലേ ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ നേരെ പാസ്റ്റിലേക്ക് മാറ്റാം. സീസർ had wept when the poor had cried, അല്ലെങ്കിൽ Caesar has wept when the poor have cried എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം. He was my friend, faithful and just to me. Which poetic device is used in the given lines? ഇത് വളരെ റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പോയറ്റിക് ഡിവൈസസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കൂ, ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ഏത് പോയറ്റിക് ഡിവൈസ് ആണുള്ളത്? നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അവിടെ എഫ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഫ് എന്ന് പറയുന്ന ഒരു കോൺസണന്റ് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പോയറ്റിക് ഡിവൈസ് എന്താണ് എന്ന് എഴുതി കൊടുക്കണം. അലിറ്ററേഷൻ ആണ് എന്ന് എഴുതി കൊടുക്കണം. ഇതാണ് 1 മാർക്കിന്റെ ചോദ്യം. ഇവിടെ പോയറ്റിക് ഡിവൈസസ് പലതും ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കൂ, ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അതെന്താണ്? അത് അലിറ്ററേഷൻ ആണ്. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് ambitious and Brutus is an honorable man. Brutus is an honorable man എന്നുള്ളത് ഐറണിക്കുള്ള എക്സാമ്പിൾ ആണ്. ആൻഡ്
He has brought many captives home to Rome, whose ransom did the general coffers fill. Did this in Caesar seem ambitious? അതൊരു rhetorical question ആണ്. Then, when the poor have cried, Caesar hath wept. അതൊരു hyperbole ആണ്. കാരണം സാധാരണക്കാരായ ആളുകൾ കരഞ്ഞപ്പോൾ സീസർ കൂടെ ഇരുന്ന് കരഞ്ഞു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ, കുറച്ച് പെരുപ്പിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? അത് ഹൈപ്പർബലിക് എക്സാമ്പിൾ ആണ്. ദെൻ അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ്. അതെന്തിനുള്ള എക്സാമ്പിൾ ആണ്? അത് മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. കാരണം അംബിഷനെ ഒരു കട്ടിയുള്ള റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. ലൈക്കും ആസും ഉപയോഗിക്കാതെ അത് മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ വീണ്ടും എന്നുള്ള എക്സാമ്പിൾ ആണ് ഐറണി. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ കുറച്ച് ലൈൻസിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? അലിട്രേഷൻ കിട്ടി, ഐറണി കിട്ടി, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കിട്ടി, ഹൈപ്പർബലി കിട്ടി, മെറ്റഫർ കിട്ടി. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിസ്റ്റമാറ്റിക് ആയി, കോൺഫിഡൻ്റ് ആയി ഓരോ ലൈൻസും ഓരോ പോയംസും എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഇതാണ് എൻ്റെ പോയിന്റ്. അടുത്തത്, how does Antony question Brutus' claim that Caesar was ambitious? How does Antony question? എങ്ങനെയാണ് ആന്റണി ബ്രൂട്ടസിന്റെ ക്ലെയിമിനെ, ബ്രൂട്ടസിന്റെ വാദത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്? ബ്രൂട്ടസിന്റെ വാദം എന്നാ സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഐ വാണ്ട് യു ടു ബി കെയർഫുൾ ദർ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരു 30 സെക്കൻഡിലേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മേക്കപ്പ് ചെയ്യാം. 4 ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എങ്ങനെയാണ് സീസർ അംബീഷ്യസ് ആണ് എന്നുള്ള ബ്രൂട്ടസിന്റെ ക്ലെയിമിനെ മാർക്ക് ആന്റണി ക്വസ്റ്റ്യൻ ചെയ്തത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ, ബൈ എഗ്രീയിങ് വിത്ത് ബ്രൂട്ടസ് ആൻഡ് അക്നോളജിങ് സീസേഴ്സ് അംബീഷ്യസ്. ഇല്ല, ഒരിക്കലും ബ്രൂട്ടസ് എന്താ പറയുക, എഗ്രി ചെയ്യുന്നില്ല. ബ്രൂട്ടസിനോട് ആന്റണി എന്ത് ചെയ്യുന്നില്ല? എഗ്രി ചെയ്യുന്നില്ല. ആൻഡ് സീസർ അംബീഷ്യസ് ആണ് എന്ന് സമ്മതിക്കുന്നില്ല, അക്നോളജ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ബൈ സേയിങ് ദാറ്റ് സീസർ ഫിൽ ദ റോമൻ ട്രഷറി ആൻഡ് കെയർഡ് ഫോർ ദ പൂർ. അത് ശരിയാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെന്ന്, സീസർ സാധാരണക്കാരായ ആളുകളെ കെയർ ചെയ്തിട്ടുണ്ട്, റോമൻ ട്രഷറി എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ പറയുന്ന പോലെ ഇഫ് സീസർ വാസ് അംബീഷ്യസ്, ഓക്കെ, സീസർ വുഡിൻ്റ് ഹാവ് ഫിൽ ദ റോമൻ ട്രഷറി അല്ലെങ്കിൽ പബ്ലിക് ട്രഷറി, സ്വന്തം അക്കൗണ്ട് നിറയ്ക്കാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ അത് ശരിയാണ്. എന്നാലും 3 4 ഒന്ന് വായിച്ചു നോക്കാം. ബൈ റീഇറ്ററേറ്റിംഗ് ദാറ്റ് സീസർ ഓൾവേസ് വാണ്ടഡ് മോർ പവർ ആൻഡ് ലാൻഡ്. അല്ലേ, റീഇറ്ററേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? വീണ്ടും പറയാം, ആവർത്തിച്ച് പറയാം. ദാറ്റ് സീസർ ഓൾവേസ് വാണ്ടഡ് മോർ പവർ ആൻഡ് ലാൻഡ്. സീസറിന് മോർ പവറും ലാൻഡും വേണമെന്ന് ഒരിക്കലും മാർക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പോൾ അതും തെറ്റാണ്. ബൈ ക്ലെയിമിംഗ് ദാറ്റ് സീസർ പ്ലാൻഡ് ടു റൂൾ അതർ കൺട്രീസ്. അല്ലേ, സീസറിന് മറ്റ് രാജ്യങ്ങൾ റൂൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. സോ ഇതിൽ ഒരേ ഒരു ഓപ്ഷൻ, പോസിബിൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ അതാണ് ആൻസർ. 4, പിക്ക് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഫ്രം ദ ഗിവൺ ലൈൻസ്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്ലൂ തരാം, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെനിൽ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നു, എവിടേക്ക് ഒരു ചോദ്യം വരുന്നു, അതെല്ലാം എന്താണ്? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഏതാണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു. സോ 2 മാർക്ക് നിങ്ങൾക്ക് പോയറ്റിക് ഡിവൈസസ് തന്നെ കിട്ടി. ഓക്കെ ആണല്ലോ. ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്തു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. റീഡ് ദ ലൈൻസ് ഫ്രം ദ ഡ്രമാറ്റിക് സ്പീച്ച് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ആൻസർ ദ ക്വസ്റ്റൻ ഫോളോ. ഫസ്റ്റ് ടേം 2025, അതായത് ഇത് 2025 ഫസ്റ്റ് ടേം മോഡൽ എക്സാമിലെ ചോദ്യമാണ്. അതായത് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ ഓണപരീക്ഷയുടെ മുമ്പ് സമഗ്ര ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിലെ ക്വസ്റ്റൻ ആണ്. ഇനി ഫസ്റ്റ് ടേം 2025 ആക്ച്വൽ എക്സാമിലെ ക്വസ്റ്റൻ. He was my friend, faithful and just to me, but Brutus says he was ambitious. അതായത് മോഡൽ എക്സാമിൽ തന്ന അതേ ലൈൻസ് ആണ് എന്തിനും ചോദിച്ചത്? ആക്ച്വൽ എക്സാമിനും ചോദിച്ചത്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഹൗ ഡസ് ആന്റണി ഡിസ്ക്രൈബ് സീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പുവർ? സെയിം ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിച്ചു. സെയിം, അതായത് ഈ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം. ഏത്? വെൻ ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. പക്ഷേ ഈ ചോദ്യത്തിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. ഈ ചോദ്യം കുറച്ചുകൂടെ അനലറ്റിക്കലാണ്. കാരണം ചോദ്യം എന്താ? ഹൗ ഡസ് ആന്റണി ഡിസ്ക്രൈബ് സീസേഴ്സ് ആറ്റിറ്റ്യൂഡ്? സീസറിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. സീസറിന്റെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ആ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലൈനിൽ നിന്നാണ് ചോദ്യം വന്നത്. പക്ഷേ ഇഫ് യു ജസ്റ്റ് പിക്കിംഗ് ദിസ് ലൈൻ ആൻഡ് കോപ്പിംഗ് ഇറ്റ് ഇൻ ആൻസർ ഷീറ്റ്, ഇറ്റ് വോണ്ട് ഫെച്ച് യു 1 മാർക്ക്. കാരണം ദ ക്വസ്റ്റ്യൻ ഈസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ, അല്ലെങ്കിൽ ഇത് നന്നായി പഠിച്ചൊരു കുട്ടിക്ക്, ഇപ്പോൾ അസ്ത്രാഭാഷയിലേക്ക് നമ്മളിത് വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സീസറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കോളേ. CAESAR. സീസറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം കേട്ടോ. CAESAR. Caesar was empathetic. Sympathetic അല്ല, empathetic towards poor. ഇതാണ് ആൻസർ. ഇനി എംപത്തറ്റിക്കിന് പകരം കൈൻഡ് എന്നോ
അങ്ങനെ സിമിലർ മീനിങ് ഉള്ള വേർഡ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ എന്താണ്? സീസർ വാസ് എംപത്തറ്റിക് ടുവേർഡ്സ് പോർ. സോ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. അതൊരു അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഒരു എബോവ് ആവറേജ് കുട്ടിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. എന്നാൽ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആയിരുന്നു. ക്വസ്റ്റൻ നമ്പർ 2, ഹൗ ഡിഡ് സീസർ ഫിൽ ദ ജനറൽ കോഫേഴ്സ്? ഇത് നേരെ മറിച്ച് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വീണ്ടും ഇത് ഏത് ലൈനിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണെന്ന് നോക്കൂ. ഈ ലൈനുള്ളത്. he had brought many captives home to Rome, whose ransom did the general coffers fill. അതായത് അദ്ദേഹം ഒരുപാട് ക്യാപ്റ്റീവ്സിനെ, യുദ്ധ തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യുദ്ധ തടവുകാർ അവരവരുടെ രാജ്യത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ റോമിന് ആ രാജ്യം എന്ത് കൊടുക്കണം? റാൻസം കൊടുക്കണം, വിടുതൽ തുക കൊടുക്കണം. അതായത് ഇവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് കെട്ടിവെക്കണം. അതൊക്കെ എങ്ങോട്ടേക്കാണ് പോവുക? റോമിൻ്റെ ജനറൽ കോഫേഴ്സ്. ജനറൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്നും പൊതു എന്നും, കോഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം, കോഫേഴ്സ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ഒരു സ്ട്രോങ് ബോക്സ് എന്നാണ്. പക്ഷേ ഇവിടെ കോഫേഴ്സിൻ്റെ അർത്ഥം എന്താണ്? ട്രഷറി എന്നാണ്. സോ ഇതൊക്കെ പബ്ലിക് ട്രഷറിയിലേക്കാണ് പോയത്. സ്വാഭാവികമായിട്ടും അത് റോമിന് ഹെൽപ്ഫുൾ ആയിരുന്നു, റോമിന് ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഡിഡ് സീസർ ഫിൽ ദ ജനറൽ കോഫേഴ്സ്? എങ്ങനെയാണ് സീസർ ഈ പബ്ലിക് ട്രഷറി, ജനറൽ കോഫേഴ്സ്, പൊതുഖജനാവ് നിറച്ചത്? ബൈ കളക്ടിങ് ടാക്സസ് ഫ്രം സിറ്റിസൺസ്. ആണോ? സിറ്റിസൺസ് ടാക്സസ് കളക്ട് ചെയ്തിട്ടാണോ? അബ്സല്യൂട്ട്ലി നോ. വിത്ത് ദ റാൻസംസ് ഓഫ് ക്യാപ്റ്റീവ്സ്. എക്സാക്ട്ലി, അതാണ് ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒന്നുകൂടി നോക്കൂ. ബൈ സെല്ലിംഗ് ലാൻഡ് ഇൻ റോം. പിന്നെ സ്ഥലക്കച്ചവടക്കാരനാണല്ലോ ജൂലിയസ് സീസർ. ത്രൂ ട്രേഡ് വിത്ത് ഫോറിൻ നേഷൻസ്. ഇല്ല, അങ്ങനെയൊന്നുമല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ആന്റണീസ് റെപ്പറ്റീഷൻ? ശ്രദ്ധിച്ചോണേ. ദാ Brutus says he was ambitious and Brutus is an honorable man. Add അല്ല കേട്ടോ, and Brutus is an honorable man എന്നീ ലൈന് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ല. സോ ഒരു റെപ്പറ്റീഷനോട് എക്സാമ്പിൾ ആണ്. when you're repeating a particular word, phrase or line in the poem, it becomes an example for repetition. ബട്ട് നിങ്ങളുടെ ചോദ്യം അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നാണ്. ദൈവം സഹായിച്ചിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, it demonstrate Antony's whole-hearted agreement with Brutus. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത് ആന്റണി ബ്രൂട്ടസുമായിട്ട് ഹോൾ ഹാർട്ടഡ്ലി, പൂർണ്ണ എന്താ പറയുക, മനസ്സോടുകൂടെ എഗ്രി ചെയ്യുന്നു. പിന്നെ ഇല്ല, it distracts the crowd from the brutality of Brutus. ഇത് ബ്രൂട്ടസിൻ്റെ ബ്രൂട്ടാലിറ്റി, ബ്രൂട്ടസിൻ്റെ ക്രൂരതകളെ ആളുകളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നു. കാരണം അത് നോക്കാതെ അവരിൽ നിന്ന് എന്ത് ചെയ്യണം? ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. നേരെ മറിച്ച് ബ്രൂട്ടസിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് കാണിക്കുന്നുണ്ട്. ബ്രൂട്ടസിൻ്റെ ക്ലെയിം റോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 3, ഇറ്റ് സെർവ്സ് ആസ് ആൻ ഐറോണിക് റെപ്പറ്റീഷൻ. ആ വേർഡ് തന്നെ പിടിച്ചോ. ഇറ്റ് സെർവ്സ് ആസ് ആൻ ഐറോണിക് റെപ്പറ്റീഷൻ കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദ ക്ലെയിം ഓഫ് ബ്രൂട്ടസ്. അതാണ് ഉദ്ദേശം. അതായത് ബ്രൂട്ടസിൻ്റെ ക്ലെയിമിൽ എന്ത് ചെയ്യുക? ബ്രൂട്ടസിൻ്റെ വാദം എന്താണ്? ബ്രൂട്ടസിൻ്റെ വാദം, ജൂലിയസ് സീസർ വാസ് അംബീഷ്യസ് ആൻഡ് വി ഹാവ് അസാസിനേറ്റഡ് ജൂലിയസ് സീസർ ഫോർ ദ ഗുഡ് ഓഫ് റോമൻ എംപയർ. ഞങ്ങൾ റോമൻ എംപയറിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ജൂലിയസ് സീസറിനെ കൊന്നത്. ജൂലിയസ് സീസർ ഒരു അംബീഷ്യസ് മനുഷ്യനായിരുന്നു, അധികാര കൊതിയനായ മനുഷ്യനായിരുന്നു. എന്നാൽ ആ ക്ലെയിമിൽ ആളുകൾ ഡൗട്ട് ജനിപ്പിക്കുക, കാസ്റ്റിംഗ് ഡൗട്ട്, സംശയം ഉണ്ടാക്കുക, അതായിരുന്നു ഉദ്ദേശം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? D കൂടെ ചെക്ക് ചെയ്യാം. ഇറ്റ് പ്രൂവ്സ് ദ ഓണസ്റ്റി ഓഫ് ബ്രൂട്ടസ് ബൈ റീ അഫേമിങ് ഇറ്റ്. ബ്രൂട്ടസിൻ്റെ ഓണസ്റ്റിയാണ് തെളിയിക്കുന്നത്. ആണോ? അല്ല. റീ അഫേമിംഗ് എന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യുക? അഫേം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇവിടെ പറഞ്ഞു. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതായിരുന്നു? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ അത്രയും ഡീറ്റെയിൽഡായി ഡീപ്പായി തന്നെ എന്ത് ചെയ്യണം? പോയിംസ് വായിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോഴേ നമുക്ക് എന്തുള്ളൂ? ആ ഫുൾ മാർക്ക് എന്നുള്ള ആ ഒരു 80 out of 80 എന്ന നമ്പറിലേക്കൊക്കെ നമുക്ക് സാധ്യതയുള്ളൂ. സോ താങ്ക് യു എവ്രിബഡി ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ പ്രധാനപ്പെട്ടതെന്ന് അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഒരു ലൈക്ക് കൂടെ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് സൈലത്തിൻ്റെ അസ്ത്ര 2.0 ബാച്ചിലേക്ക് ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 9995400800 എന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ മതി. അവർ നിങ്ങളെ തിരിച്ച് വിളിച്ചോളും. 9995-9999-400-800. ഓക്കെ, സോ പീപ്പിൾ, ഐ വിൽ സീ യു സം അതർ ഡേ. അണ്ടിൽ ദെൻ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ച് സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവരിവൺ.